മറ്റു വാർത്തകൾ നോക്കിയാൽ എൻ പ്രശാന്ത് IAS വീണ്ടും സസ്പെൻഷൻ. സർക്കാരിനെതിരെ മാധ്യമങ്ങളോട് സംസാരിച്ചതിനാണ് പുതിയ നടപടി. 1.5 വർഷമായി പ്രശാന്ത് വിവിധ ചട്ടലംഘനങ്ങൾക്ക് സസ്പെൻഷനിലാണ്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, പ്രശാന്തിന് സസ്പെൻഷൻ എന്നതിൽ വലിയ പുതുമയില്ല, കാരണം ഏത് വിഷയത്തിൽ എന്നത് മാത്രമാണ് ചോദ്യം. രുചീഷ്, ഇപ്പോൾ പുതിയ സസ്പെൻഷൻ വിധിക്കുന്നത് സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചതിനാണ് എൻ പ്രശാന്തിനെ വീണ്ടും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. രുചീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 1.5 വർഷമായി പ്രശാന്ത് സസ്പെൻഷനിലാണ്. അതിൽ ആദ്യ സസ്പെൻഷൻ ഉണ്ടാക്കുന്നത് 2024 നവംബർ 11-നാണ്. അത് ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു, അത് പരസ്യ പ്രതികരണങ്ങൾ നടത്തി എന്ന കാരണത്തിലാണ് അന്ന് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. അന്ന് തന്നെ കെ ഗോപാലകൃഷ്ണനെ അടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന കാരണത്താൽ സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷെ ഗോപാലകൃഷ്ണനെ തിരിച്ചെടുക്കുകയും എൻ പ്രശാന്തിനെ തിരിച്ചെടുക്കാതിരുന്നത് അത് അദ്ദേഹത്തോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കുകയാണ്. ചീഫ് സെക്രട്ടറി ജയതിലക് തന്നെ അത്തരത്തിൽ തന്നോട് വ്യക്തിവൈരാഗ്യം വച്ചു പുലർത്തുന്നതായി എൻ പ്രശാന്ത് വിവിധ ഘട്ടങ്ങളിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ആ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ സസ്പെൻഷൻ നീളുന്നതെന്നാണ് എൻ പ്രശാന്ത് പരസ്യമായി തന്നെ പറഞ്ഞത്. ഇത് ഫേസ്ബുക്ക് പേജിലടക്കം അദ്ദേഹം വിവിധ ഘട്ടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ 8 സസ്പെൻഷൻ നേരത്തെ ഉണ്ടായിരുന്നു. ഏകദേശം 9ഓളം സസ്പെൻഷൻ ഇപ്പോൾ തന്നെ 9ഓളം അച്ചടക്ക നടപടി ഇത് ഇപ്പോൾ തന്നെ എൻ പ്രശാന്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മാധ്യമങ്ങളോട് സംസാരിച്ചതിനാണ് പുതിയ സസ്പെൻഷൻ വന്നത്. എൻ പ്രശാന്തിന്റെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നതാണ് ഇനി പ്രധാനം. രുചി.